മാഡം, ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. എന്താ അത്? അത് ഫസ്റ്റ് ഫ്ലോറിലുള്ളവരെ ഓർഡർ ചെയ്ത പിസ്സ അറിയാതെ നിങ്ങൾക്ക് തന്നുപോയി മാഡം. ആ പിസ്സ ഒന്ന് തിരിച്ചു തരുമോ? എന്ത്? മറ്റാരോ ഓർഡർ ചെയ്ത പിസ്സ നീ എനിക്ക് തന്നോ? അതെ മാഡം, നിങ്ങൾ ആ പിസ്സ തിരിച്ചു തരുവാണെങ്കിൽ ഞാനത് കൊണ്ടുപോയി കൊടുത്തിട്ട് പോയേക്കാം. അയ്യോ, എന്ത് പണിയായത്? ഇപ്പൊ ഒന്ന് ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? ഞാനത് തുറന്ന് കഴിച്ചല്ലോ. എന്ത്? ഇപ്പോഴല്ലേ മാഡം തന്നേച്ചിട്ട് പോയത്? അപ്പോഴത്തേക്കും കഴിച്ചോ? ദേ നോക്ക്, എനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടോ. അതുകൊണ്ടാ നീ തന്ന ഉടനെ തുറന്ന് കഴിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അയ്യോ മാഡം, ഞാൻ ആ പിസ്സ കൊടുത്തില്ലെങ്കിലേ എനിക്കെതിരെ അവർ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ, ഞാൻ പകുതി കഴിച്ചു, പകുതി ബാക്കിയുണ്ട്. അത് വേണമെങ്കിൽ എടുത്തോണ്ട് പോന്നോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കല്ലെങ്കിൽ സാലറി വളരെ കുറവാണ്. ഇപ്പൊ ആ പിസ്സയുടെ പൈസയും എന്റെ സാലറിയിലാണ് എടുക്കുക. ശരി, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മാഡം, ഈ പിസ്സക്കുള്ള കാശ് തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. അയ്യോ, എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. 500 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? എന്താ മാഡം, ഞാൻ തന്നെ പിസ്സ നിങ്ങൾ കഴിച്ചില്ലേ? പക്ഷെ കാശ് മാത്രമില്ലെന്ന് പറഞ്ഞാൽ എന്താ മാഡം അർത്ഥം? ഞാനിപ്പോ എന്താ ചെയ്യാ മാഡം? തെറ്റ് എന്റെ ഭാഗത്താ, അറിയാതെ പറ്റിപ്പോയി. ദയവേത് ആ പിസ്സയുടെ അമ്മോട് 500 തന്നേക്കും മാഡം. ശരി പോട്ടെ, നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നുക. നിക്ക്, ഞാനിപ്പോ വരാം. ഹലോ, പറയടി. അത് പിന്നെ ഏട്ടാ, ഞാനൊരു നമ്പർ പറയാം. ആ നമ്പറിലേക്ക് ഒരു 500 രൂപ അയച്ചു കൊടുക്കണേ. എന്തടി നീ എന്തായി പറയുന്നേ? 500 അയക്കണമെന്നു? അതെ ഏട്ടാ, അതെ. നിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഓക്കെ, 9378. 9378. ഈ നമ്പറിലേക്ക് ഉടനെ ഒരു 500 രൂപ അയച്ചു കൊടുത്തേക്ക്. ശരി, അയച്ചേക്കാം. നിന്റെ അക്കൗണ്ടില് കാശ് വന്നോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. വന്നു മാഡം. വളരെ നന്ദിയുണ്ട് മാഡം. നിങ്ങൾ മാത്രം തന്നിരുന്നില്ലെങ്കിലേ എന്റെ ശമ്പളത്തിൽ നിന്ന് അവർ പിടിച്ചിട്ടുണ്ടാവും മാഡം. ശരി, കാശ് കിട്ടിയല്ലോ. ഇനി നീ പോയിക്കോ. താങ്ക് യു മാഡം. ഹലോ, പറയേട്ടാ. അതൊക്കെ ഇരിക്കട്ടെ. ഫോൺ ചെയ്തൊരു നമ്പറിലേക്ക് കാശ് അയക്കണം പറഞ്ഞില്ലായിരുന്നോ? അത് ആരുടെ നമ്പറാന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം ഉണ്ടായേ? ഒരു ഫുഡ് ഡെലിവറി ബോയ് വന്ന് പിസ്സ തന്നിട്ട് പോയി എനിക്ക്. നിങ്ങൾ ഓർഡർ ചെയ്തായിരിക്കും കരുതി ഞാൻ അത് വാങ്ങിച്ചു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആ പയ്യൻ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുക്കേണ്ട പിസ്സ എനിക്ക് തന്നിട്ട് പോയി എന്ന് പറഞ്ഞു. അവൻ തിരിച്ചു വന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പകുതി കഴിച്ചു. പകുതി പിസ്സ ആയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 500 രൂപ അവന് അയച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു. അയ്യോ, നിനക്ക് ഈ പിസ്സയോടുള്ള ഭ്രാന്ത് കാരണമുണ്ടല്ലോ. ഇനി ഞാൻ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശരി, എനിക്ക് ജോലിയുണ്ട്, നീ ഫോൺ വെക്കേ.